എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ വേൾഡിലെ ആദ്യത്തെ CNG ബൈക്കായ ബജാജിൻ്റെ ഫ്രീഡം 125 ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജാണ്. 1 കിലോ CNGയിൽ 102 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് വരുന്നത്. അതുപോലെ തന്നെ പെട്രോളിൽ 65 കിലോമീറ്ററും ഈ ഒരു വാഹനത്തിന് മൈലേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വാഹനം വീഡിയോ ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് കാരണം. പിന്നെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കാര്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്തിട്ടുള്ളൂടെ. ഇതൊരു റിക്വസ്റ്റാണ്. ഈ ഒരു വാഹനം 5 കളറുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 വേരിയൻറ്റിലും അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്ന വാഹനം ഇതിൻ്റെ ടോപ്പ് മോഡലാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 1,46,000 രൂപയാണ്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമല്ല. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. സൈഡിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ഇതാണ് ഒരു ലുക്ക്. ഇനി നമുക്ക് വണ്ടിയുടെ ടാങ്ക് തുറന്ന് നോക്കാം. എഞ്ചിൻ്റെ ആ ഒരു ഇതെങ്ങനെയാണെന്നുള്ളത്, എഞ്ചിനല്ല CNGയുടെ ആ ഒരു ഇതെങ്ങനെയാണെന്നുള്ളത് ഓപ്പൺ ചെയ്യാം കേട്ടോ. നമ്മുടെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യണ പോലെ തന്നെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പെട്രോളാണ് വരുന്നത്. ഇതാണ് CNG വരുന്നത് കേട്ടോ. അപ്പോൾ പെട്രോൾ നമുക്ക് 2 ലിറ്റർ വരുന്നുണ്ട്. CNGയുടെ കപ്പാസിറ്റി ഏകദേശം 2 ലിറ്റർ തന്നെയാണ്. രണ്ടും 2 ലിറ്ററാണ് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് ധാരാളമാണ്. കാരണം വേറെ ഒന്നുമല്ല, 2 ലിറ്റർ പെട്രോളിൽ നമുക്ക് 1 ലിറ്ററിൽ 65 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. CNGയിലാണെന്നുണ്ടെങ്കിലും 1 ലിറ്റർ നമുക്ക് ഏകദേശം 102 കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ലിറ്റർ CNG ആകുമ്പോൾ ഏകദേശം ഒരു 204 കിലോമീറ്ററൊക്കെ ഈ ഒരു വണ്ടി നമുക്ക് സിമ്പിളായിട്ട് ഓടും. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു വാഹനമാണ്. ഡെലിവറിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഡെലിവറിക്ക് പോകുന്ന ആൾക്കാർക്കും ഡെയിലി പർപ്പസിനും അതുപോലെ തന്നെ സിറ്റി പർപ്പസിനൊക്കെ പറ്റിയുള്ള നല്ല ഗംഭീരമായിട്ടുള്ളൊരു വാഹനമാണ്. ഈ ഒരു വണ്ടിയുടെ CNGയുടെ ടാങ്ക് എവിടെ ഇരിക്കുന്നത് നോക്കാം കേട്ടോ. സീറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്രദർ സീറ്റ് അഴിച്ചു. ഇതാണ് CNGയുടെ ടാങ്ക്. 2 കിലോൻ്റെ CNGയുടെ ടാങ്ക്. അത്യാവശ്യം നല്ല വലിയൊരു ടാങ്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബാറ്ററിയും കാര്യങ്ങളൊക്കെ എവിടെയാണ് സാധാരണ നമ്മളെപ്പോഴും കാണാറ്, വണ്ടിയുടെ ബാറ്ററികളൊക്കെ ഈ ഒരു താഴെയാണ് വരുന്നതായിട്ടാണ് കാണാറ്. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CNG ടാങ്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂൾ ടാങ്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂൾ ടാങ്കിൽ മാക്സിമം ലോഡ് 3 kg. അതിന് മുകളിൽ വലിയാണ്ട് ഭാരമുള്ള സാധനങ്ങളൊന്നും കയറ്റി വെക്കരുത്. 3 kg എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പോകാത്ത രീതിയിൽ ഇതൊക്കെ ക്ലാമ്പൊക്കെ ഇട്ട് ചേസ് മൂന്നൊക്കെ പിടിപ്പിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ എന്താ പറയുക, നമ്മുടെ കേരളത്തിൻ്റെ റോഡുകളും ഇന്ത്യയുടെ റോഡുകളും ഭരിക്കാൻ പോണ ആൾക്കാരാണ് ഇവരൊക്കെ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വാഹനം. എനിക്ക് വേറൊരു ഡൗട്ട് തോന്നിട്ടോ. നമ്മുടെ ബ്രദർ വന്നിട്ട് ഈ സീറ്റ് തുറന്നപ്പോൾ അത് എവിടെ തുറന്നതെന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം അത് കാണിച്ചു തരാം. കുറേ ആൾക്കാർക്കുള്ള ഇനിയിപ്പോൾ ഡൗട്ടൊക്കെ ആയിരിക്കും അതെവിടെയാണ്. സീറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാവിയുടെ ഭാഗം ഇവിടെയാണ് വരണേ കേട്ടോ. നിങ്ങളിനി തപ്പി നടക്കണ്ട. നിങ്ങൾക്ക് സീറ്റ് തുറക്കണം, CNGയുടെ ടാങ്ക് കാണണമെന്നുണ്ടെങ്കിൽ നേരെ വരിക. ടയറിൻ്റെ ബാക്ക് ടയറിൻ്റെ മുകളിൽ ഈ ഒരു ഭാഗത്താണ് ഇതുള്ളത് കേട്ടോ. ചാവി ഞാൻ ഊരി. വണ്ടിയുടെ ഹെഡ് ലൈറ്റ് നമുക്ക് വരുന്ന LED ആണ്. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നോർമൽ ഇൻഡിക്കേറ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ വരുന്നത് LED ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കീ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. LED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കോളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കും. അതുപോലെ തന്നെ ഇതാണ് വണ്ടിയുടെ സീറ്റിൻ്റെ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടയർ നമുക്ക് ഫ്രണ്ട് ടയർ വരുന്നത് ഏകദേശം ഒരു 17 ഇഞ്ചോളാണ് ഫ്രണ്ട് ടയർ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലെ ടയർ വരുന്നത് ഏകദേശം നമുക്ക് എത്ര നോക്കാം, 16 ഇഞ്ചാണ് ബാക്കിലെ ടയറിന് വരുന്നത്. 2 ടയർ നമുക്ക് ട്യൂബ്ലെസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ മോണോഷോക്കാണ് വരുന്നത് കേട്ടോ. മോണോഷോക്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കിക്ക് സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ആ ഒരു പെഡലിംഗ് ഒക്കെ ഉണ്ടോ, അതൊക്കെ അത്യാവശ്യം നല്ല വീതി കൂടിയിട്ട് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു പെഡലിംഗാണ് വരുന്നത്. പിന്നെ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സീറ്റ് നല്ല വൈഡ് ആയിട്ടുള്ളൊരു സീറ്റാണ് കേട്ടോ. അത് മെയിനായിട്ട് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ CNG ടാങ്ക് വരുന്നത് ഏകദേശം ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. നമുക്ക് സീറ്റ് ഇവിടെ നമുക്ക് ഇങ്ങനെ കുഴിച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള സീറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് കുറച്ച് ഉപകാരമുണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരപ്പെടുന്നത് അത്യാവശ്യം നമ്മുടെ ഡെലിവറിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഡെലിവറിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കാണ്. വേറൊരു കാര്യം പറയാൻ മറന്നു. ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് അടിയിൽ നമുക്ക് കൺവെർട്ടറിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്കൊരു സബ് ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് എഞ്ചിൻ വരുന്നത്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാരി ഗാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻബിൽഡായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലും കെട്ടാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെറിയൊരു
ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ബ്രേക്ക് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ തന്നെ ബാക്കിൽ വരുന്നത് നമുക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഇത് ബാക്കിൽ നമുക്ക് കോംബി ബ്രേക്ക് സിസ്റ്റമാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ടിൽ ABS കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നു, നോർമൽ ബ്രേക്ക് സിസ്റ്റമാണ്. ബാക്കിലെ ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അതെ, ഇതാണ് ബാക്കിലെ ടൈൽ ലാമ്പ്. ഇതും നമുക്കൊരു LED ആണ് വരുന്നത്. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോർമൽ ഇൻഡിക്കേറ്ററാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ട ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ടൈൽ ലാമ്പാണ് കേട്ടോ. ഹാൻഡിലിൻ്റെ ഭാഗത്ത് ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. ഇവിടെ കണ്ടോ, നമുക്ക് CNGന്ന് പെട്രോളിലേക്കും CNGയിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഈ കോള് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനും അതുപോലെ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് ഇവിടെ വരുന്നത്. അടിയിൽ നമുക്ക് ഹോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഹോണാണ്. ഇവിടെ നമുക്ക് പാസ് ലൈറ്റ്, ഈ ഭാഗത്ത് നമുക്ക് സെൽഫ് സ്റ്റാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി ഇതേ സ്റ്റാർട്ടായിട്ടോ. ഇതാണ് വണ്ടിയുടെ ആ ഒരു എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടി ഓഫായി, കട്ടായി. അത്ര വലിയ ബീറ്റായിട്ടുള്ള ഒരു സൗണ്ട് ഒന്നല്ല, നമുക്കറിയാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു വണ്ടിയാണ്. ഏകദേശം ഒരു 125cc എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബീറ്റും കാര്യങ്ങളും അതിനനുസരിച്ചുള്ള എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഉണ്ടാവുക. പിന്നെ പ്രത്യേകിച്ച് CNG ആണല്ലോ. CNG ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ അതിഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് അല്ല, മൈലേജ് ഓറിയൻറ്റഡ് ആണ് ശരിക്കും ഈ ഒരു വണ്ടി. മൈലേജ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വണ്ടി ശരിക്കും എന്താ പറയുക ഒരു വർത്തായിട്ട് വരിക. ഹാൻഡിലിൻ്റെ ഭാഗത്ത് നമ്മൾ വേറൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയിട്ടാ. ഇവിടെ നമുക്ക് USB-യുടെ പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടി കണ്ട ഇടയ്ക്കൂടെ കണ്ടു തോന്നുന്നതാ. അതിൽ നമുക്ക് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം കയറിയിട്ട് തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ക്യാപ്പും കാര്യങ്ങളൊക്കെ കൂടെ തന്നെ. നമ്മൾ ഇതിപ്പോൾ സെപ്പറേറ്റ് വേറെ അടയ്ക്കൊന്നും വേണ്ട. അതെ, കാണുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കട്ടെ, സംശയമുണ്ട്. ഇതാ തുറക്കുക, USB-യുടെ ഇത് ഉള്ളിൽ USB വിട്ട് കഴിഞ്ഞാൽ തന്നെ അടഞ്ഞോളൂ. ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അടിപൊളിയല്ലേ. പിന്നെ ഈ ഒരു വണ്ടി എല്ലാ ആൾക്കാർക്കും ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. വേറെ ഒന്നുമല്ല, ഏകദേശം ഒരു 148 കിലോഗ്രാമോളാണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. മാക്സിമം പവർ ഒരു 9.5 PSI, 8000 RPM. അതുപോലെ തന്നെ ടോർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 9.7 Nm, ഒരു 5000 RPM വരുന്നുണ്ട്. CNGയുടെ ടാങ്ക് കപ്പാസിറ്റി ഏകദേശം 2 kg ആണ്. 2 kg നമുക്ക് ലിറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 12.5 ലിറ്ററാണ് വരിക. പക്ഷെ നമ്മൾ കിലോഗ്രാമിലാണ് CNG നോർമൽ പറയുക. ഇനി നമുക്ക് നമ്മുടെ ഈ വണ്ടിയിലൊന്ന് കയറി ഇരുന്നിട്ട് ഇതിൻ്റെ സീറ്റുമ ഇരിക്കുമ്പോഴുള്ള ആ ഒരു എന്താണ് ഒരു അനുഭവം എന്നൊക്കെ ഉള്ളത് നോക്കി നോക്കാം കേട്ടോ. വണ്ടി സ്റ്റാൻഡിലിടുമ്പോൾ കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹൈറ്റും കാര്യങ്ങളില്ല. ഞാൻ 5.8 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ സീറ്റ് ഹൈറ്റ് ഇത്ര വലിയ സീറ്റ് ഹൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ അത്യാവശ്യം ചെറിയൊരു എന്താ പറയുക ഒരു കർവ് കാര്യങ്ങളില്ലെങ്കിലും ഫ്ലാറ്റ് സീറ്റാണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ ഫുള്ള് താഴേക്ക് കുത്താനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അത്ര വലിയൊരു വണ്ടിയല്ല, ഒരു സിമ്പിളായിട്ടൊരു വണ്ടി. നമുക്ക് വർക്കേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയൊക്കെ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫാമിലിക്കും പ്രത്യേകമാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഫാമിലിയിൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിലപ്പോൾ ആ കറുവായിട്ടുള്ള സീറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിങ്ങിരുന്നിട്ടൊക്കെ പോകേണ്ടി വരും. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് കുട്ടികളെ വയ്ക്കാം. ബാക്കിലും സീറ്റിലും നല്ല ലെങ്ത് ഉണ്ട്. അത്യാവശ്യം ഫാമിലി പർപ്പസിനും ഈ ഒരു വാഹനം അടിപൊളിയായിരിക്കുന്നതാണ് എനിക്ക് തോന്നണം കേട്ടോ. ഈ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം. കുറച്ച് ദൂരം നമ്മൾ ഓടിച്ചതാണ്. എന്നാലും ഇവിടെ ഒന്ന് ഞാൻ ഇരിക്കുമ്പോഴുള്ള ആ ഒരു പ്രസൻസ് എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കി നോക്കട്ടാ. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി പെട്രോളാണ് സ്റ്റാർട്ടാവണത്. ഇനി നമുക്ക് CNGയിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ CNGയിലേക്ക് മാറ്റി വണ്ടി ഇപ്പോൾ CNGയിലായി. എടുക്കുക. ഇത് ഞാനേ ഒരു റൈഡ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓടിച്ചാലാട്ടോ. ഞാൻ ഇരിക്കുമ്പോഴുള്ള ആ ഒരു അപ്പിയറൻസും അതുപോലെ തന്നെ ആ ഒരു എങ്ങനെയാണ് ഇരിക്കുമ്പോഴുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം. ഇത് CNGയിൽ ഓടിക്കുമ്പോൾ വേറൊരു സൗണ്ടാണ് പറഞ്ഞത് കേട്ടോ. പെട്രോളിൽ ഓടിക്കുമ്പോൾ വേറൊരു സൗണ്ടല്ല, വേറെ എന്തോ ഒരു മാറ്റമുള്ള എന്തോ ഒരു ബീറ്റ് കയറിയൊരു സൗണ്ട് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി എനിക്ക് ഓൾമോസ്റ്റ് ടോട്ടലി ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡെലിവറിക്ക്, അതുപോലെ തന്നെ നമ്മുടെ എന്ത് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു വണ്ടി വളരെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഡെയിലി പർപ്പസ്, ഡെയിലി നമ്മൾ ഓഫീസിൽ പോകണം, തിരിച്ചു വരണം, അതുപോലെ ഡെയിലി ഓട്ടം. ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ വണ്ടികൾ, ഇപ്പോൾ പെട്രോള് ഇലക്ട്രിക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ CNG നമുക്ക് ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ബജാജിൻ്റെ തന്നെ വേറൊരു CNG വാഹനം കൂടിയും സ്കൂട്ടറും കൂടിയും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഇലക്ട്രിക്കും
പെട്രോളും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഇനി CNG ആണ്. അപ്പോൾ CNGയുടെ ബൈക്കും ഇറങ്ങി. അപ്പോൾ നിങ്ങളിനി ഒട്ടും മടിക്കണ്ട, വണ്ടി എത്രയും പെട്ടെന്ന് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ, മൈലേജ് ഉള്ളൊരു വാഹനം എടുക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരിക, ഈ ഒരു വണ്ടി എടുക്കുക. വേറെ അതിലൊന്നും പറയാനില്ല. ഞാൻ നമ്മുടെ ബജാജിൻ്റെ, ഞാൻ ഈ വണ്ടി തന്ന ബജാജിൻ്റെ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് കയറി എന്തെങ്കിലും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുമാതിരി എന്തെങ്കിലും വണ്ടികളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.